കൊണ്ടേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന കുട്ടിയെ പോലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ രാജ്യത്തെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു ആരോപണമാണ്, നടപടിയെടുക്കേണ്ടതാണ്, രാജ്യദ്രോഹപരമാണ്. സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു, കേന്ദ്രം തമിഴ്നാട്ടിൽ നിന്ന് ഭരിക്കുന്ന പണം ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അടക്കില്ല എന്ന് പറഞ്ഞാൽ നികുതി തരില്ല കേന്ദ്രത്തിന്. GST പിരിക്കുന്നുണ്ടല്ലോ, GST കേന്ദ്രം പിരിക്കുന്ന അങ്ങോട്ട് തരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. GST അങ്ങനെ തമിഴ്നാട് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത്, അതൊക്കെ ഡയറക്റ്റ് പിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ ആളുകളെ ഇളക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് ആളുകൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ഒരു മനോഭാവം ഉണ്ടാകാൻ വേണ്ടി പറയും. നടപ്പാക്കാനൊന്നുമല്ല. എങ്ങനെ നടപ്പാക്കാൻ? GST കേന്ദ്രം നേരിട്ട് പിരിക്കുന്നതാണ്, പിരിച്ചിട്ട് വിഹിതം ഇങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഇതാണ് ഈ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായിട്ട് കൊമ്പുകോർക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനം പറയുന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേരളം വരെ നടപ്പാക്കുകയാണ്. കാരണം നടപ്പാക്കിയില്ല എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാവുകയും അതിൽ ചേരാതെ ഒരു സംസ്ഥാനം മാറി നിന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാവും. ഇന്ത്യയിൽ മുഴുവൻ ഒരു പാറ്റേൺ വരുന്നു. ആ പാറ്റേൺ അല്ലാത്ത കുട്ടികളാണ് കേരളത്തിലെങ്കിൽ പുറത്തു പോകുമ്പോൾ ജോലി കിട്ടത്തില്ല. ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും വ്യത്യസ്തമായ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സും വിദ്യാഭ്യാസ കോഴ്സുമായിട്ട് വന്ന ആ കുട്ടികൾ കേരളത്തിലെ ആവട്ടെ തമിഴ്നാട്ടിലെ ആവട്ടെ കുട്ടികൾ പുറത്തോട്ട് പോകും. അപ്പോൾ NEP-ൽ പങ്കെടുത്താൽ ഗുണവുമുണ്ട്, കുട്ടികൾക്ക് ഒരു ദേശീയ കരിക്കുലത്തിൻ്റെ ഭാഗമാകുന്നു മാത്രമല്ല ആ സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപ സർക്കാർ കൊടുക്കുന്നുണ്ട്. തമിഴ്നാടിന് 5000 കോടി രൂപ കിട്ടും NEP-യിലേക്ക് മാറിയാൽ. അത് കിട്ടത്തില്ല എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞപ്പോഴാണ് സ്റ്റാലിന് പ്രശ്നമായത്. സ്റ്റാലിൻ മറ്റൊന്ന് ചെയ്തു, ഗെറ്റ് ഔട്ട് മോഡി എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങി. അപ്പോൾ അണ്ണാമലൈ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 24 മണിക്കൂറിനകം അത് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബദൽ ആരംഭിക്കും. ഇപ്പോൾ സ്റ്റാലിൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ BJP ആരംഭിച്ചു. അത് സ്റ്റാലിന് മനസ്സിലായില്ല. പരമാവധി സ്റ്റാലിന് തമിഴ്നാട്ടിലുള്ള DMK-കാരെ കൊണ്ടേ അത് വൈറലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അണ്ണാമലൈ അത് ഏറ്റെടുത്തപ്പോൾ നാഷണൽ ലെവലിൽ അത് ഏറ്റെടുത്തു. അത് സ്റ്റാലിനെതിരെ രാജ്യാന്തര തലത്തിൽ വലിയ ക്യാമ്പയിനായി ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്നുള്ള ക്യാമ്പയിൻ മാറിയിരിക്കുകയാണ്. എന്താണ് സ്റ്റാലിൻ്റെ മനസ്സിലിരിപ്പ്? അല്ല, സ്റ്റാലിൻ കുറേ കാലമായിട്ട് ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് DMK അണ്ണാദുരയുടെ കാലത്തും പെരിയോറിൻ്റെ കാലത്തുമൊക്കെ ഈ തമിഴ് വികാരം അവിടെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. ആ ഹിന്ദി തമിഴ് വികാരം ഉറപ്പിച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ആ ഹിന്ദി വിരുദ്ധ സാധനം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, സ്റ്റാലിൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവിടുത്തെ ചരിത്രകാരന്മാർ, പുരാവസ്തു ഗവേഷകർ ഇവരെയൊക്കെ കൊണ്ട് പല ഭാഗവും തമിഴ്നാടിൻ്റെ ഭാഗം കുഴിച്ചിട്ട് ഈ നാഗരികത ഇരുമ്പ് കണ്ടുപിടിച്ചത് ലോകത്ത് ആദ്യമായിട്ട് തമിഴ്നാട്ടിലാണ്. ഇങ്ങനെ ഹൈന്ദവ നാഗരികതയ്ക്ക് മുമ്പ് തന്നെ തമിഴ് നാഗരികത ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സാധനങ്ങൾ അയാൾ ഉണ്ടാക്കി വിടുന്നുണ്ട്. അത് ലോകത്ത് പല ലാബിലുമൊക്കെ പലതും പരിശോധിച്ചു. ഈ തമിഴ്നാട് എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ ഉണ്ടായ സംസ്ഥാനമല്ലേ. ഇതിനു മുമ്പ് വിജയനഗരം എന്നൊക്കെ വിജയനഗരം, പാണ്ഡ്യനാട്, ചേര സാമ്രാജ്യം ഇങ്ങനെയൊക്കെയാണല്ലോ. ഇയാൾ പറയുന്ന അതിർത്തിയുടെ ഉള്ളിലൊന്നുമല്ലല്ലോ. ഇയാൾ ഈ കുഴിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ തമിഴ്നാടൊന്നും അല്ലല്ലോ പണ്ടുണ്ടായിരുന്നത്. പണ്ട് കുറെ കാലം മൈസൂരുവിന്റെ ഭാഗമൊക്കെ ആയിരുന്നു തമിഴ്നാട്. പിന്നെ ആന്ധ്രയുടെ ഭാഗമല്ലേ, ആന്ധ്ര പ്രസിഡൻസിയല്ലേ ബ്രിട്ടീഷ് കാലത്തുള്ളത്. തമിഴ്നാട് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലല്ലോ. പ്രകാശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാഗത്തിൻ്റെയും കൂടിയൊക്കെ അല്ലേ. അതിനെപ്പറ്റിയൊന്നും ഒരു ചരിത്രബോധവും ഇല്ലാതെയാണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ തമസ്കരിച്ച് പുതിയ ചരിത്രം ഉണ്ടാക്കുകയാണ്, വ്യാജ ചരിത്രം എന്ന് പറയുന്ന പോലെ. ഇപ്പം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കരൂരിൽ കഴിഞ്ഞ ദിവസം അണ്ണാമലൈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ധീരമായിട്ടൊരു പോലീസ് ഭാഷ അണ്ണാമലയ്ക്ക് അറിയാവുന്ന വിധത്തിൽ, എടാ ചെക്ക, മറ്റേ ഉദയനിധി സ്റ്റാലിനോട് പറഞ്ഞു, എടാ ചെക്ക, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഗെറ്റ് ഔട്ട് മോഡി എന്ന് പറയടാ എന്ന് പറഞ്ഞു. ഈ ഡായും കൂടി ചേർത്തിട്ടായിരുന്നു ആ പ്രസംഗത്തിലുടനീളം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് അദ്ദേഹത്തിന് സമനില തെറ്റിയെന്നൊക്കെ ഈ മറ്റേ ഇടതുപക്ഷ മാധ്യമങ്ങളൊക്കെ എഴുതുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ചെക്കനെ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ മതി എന്നാണ് അണ്ണാമലൈ വിചാരിക്കുന്നത്.
അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അണ്ണാമലയോട് ഉദയനിധി പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ അണ്ണാശാലയിൽ വാ. അണ്ണാശാലയിൽ എന്ന് പറഞ്ഞാൽ DMKയുടെ ആസ്ഥാനത്ത് വന്നിട്ട് ഈ വർത്താനം പറ, അപ്പം കാണാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഇപ്പം വലിയ പോട്ടിയാണ് അവിടെ. അത് വലിയ കാര്യമാണ്. നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വാടാന്ന് പറയുന്ന പോലെ വീട്ടിൽ വാടാന്നുള്ളത്. വേണമെങ്കിൽ ഒരു മൈതാനത്ത് വരാൻ പറഞ്ഞാൽ മനസ്സിലാക്കാം. അണ്ണാശാലയിൽ DMK ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെല്ലാനാണ് പറഞ്ഞത്. DMK ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ട് നീ എന്നെ എടാന്ന് വിളിക്കുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ ഗോ ബാക്ക് മോഡി എന്നുള്ള സാധനം മാറിയിട്ട് ഗെറ്റ് ഔട്ട് മോഡി എന്നവിടെ വന്നിട്ടുണ്ട്. ഈ ഹിന്ദി നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി ഗെറ്റ് ഔട്ട് മോഡി എന്ന് പറഞ്ഞതായിട്ട്. അത് ഹിന്ദി അല്ലല്ലോ, തമിഴ് ഇംഗ്ലീഷാണല്ലോ. അത് ഇംഗ്ലീഷാണ്. അത് പക്ഷെ മോദിക്ക് മനസ്സിലാകണ്ടേ, ഇവർക്ക് ഹിന്ദി അറിയില്ലല്ലോ, ഹിന്ദി അവിടെ പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കുന്നു എന്നുള്ളതാണ്. മോദിക്കാണെങ്കിൽ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നീ മറ്റേ അണ്ണാമലയെ പറഞ്ഞത്, നീ ഒരാണാണെങ്കിൽ എടച്ചക്ക ഗെറ്റ് ഔട്ട് മോഡി എന്നൊന്ന് പറഞ്ഞു നോക്കണം എന്നാണ്. ആ തമിഴിൻ്റെ കൃത്യം പരിഭാഷയാണ് ഞാനീ പറഞ്ഞത്. നീ ഒരാണാണെങ്കിൽ. അപ്പോൾ ആണത്തത്വത്തിനെയും കൂടി വെല്ലുവിളിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ മുത്തച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നു, നിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി ആണ്, നീ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയുമാണ്, നീ ഒന്ന് പറഞ്ഞ് നോക്കടാ എന്ന് പറഞ്ഞു. ട്രൈ സെയിങ് ഇറ്റ് ഡാ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഇനിയും ഗെറ്റ് ഔട്ട് മോഡി എന്നൊന്ന് പറഞ്ഞ് നോക്കടാ എന്നാണ്. നോക്കെന്നല്ല, നോക്കടാ എന്നാണ് പറയുന്നത്. ഒരു പയ്യന്മാരെ, ഒന്നാമത് ഈ ബുദ്ധിയും വിവരമൊന്നുമില്ല ചക്കന്. ഇവനല്ലേ ആ പകർച്ചവ്യാധിയാന്ന് പറയുന്നത്. സിനിമാ നടിമാരുടെ കൂടെ പിന്നാലെ കറങ്ങി കിടക്കുക, സിനിമാ നടനായിട്ട്. അതാണല്ലോ മെയിൻ പരിപാടി. HIV, മലേറിയ പോലെയൊക്കെ ഒരു പകർച്ചവ്യാധിയാണ് മറ്റേ ഇത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ. പല പാരമ്പര്യമോ പൈതൃകമോ വല്ലതും അറിയാമോ? ആ തമിഴ്നാടിൻ്റെ, നമ്മുടെ ആന ചിഹ്നം പോലെ തമിഴ്നാടിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഗോപുരമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. ക്ഷേത്ര ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മധുരൈ മീനാക്ഷിയുടെ ഗോപുരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മധുരയിൽ അപ്ലൈഡ് ആർട്സ് ഉണ്ടല്ലോ, അത് വേറൊരു ക്ഷേത്രമാണ്, ശ്രീരംഗം ഭാഗത്തെ ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രേഖകളിൽ അത് മധുര മീനാക്ഷി ക്ഷേത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അത് മധുര സ്വദേശിയായ അപ്ലൈഡ് ആർട്സിൽ ഒരു കൃഷ്ണറാവു ആണ് വരച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് പിന്നീട് മാധ്യമപ്രവർത്തകർ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ എനിക്കറിയാവുന്ന മധുര മീനാക്ഷിയാണല്ലോ, അതുകൊണ്ട് അതാണ് എന്ന് പറഞ്ഞു അല്ലേ? കാരണം ആ വാദം വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോപുരം ആണ് നമുക്ക് സിമ്പൽ ആകേണ്ടതെന്ന് തിരഞ്ഞെടുത്ത ആള് ശ്രീരംഗത്തിന്റെ അടുത്തുള്ള മുതലിയായിരുന്നു, ലക്ഷ്മണസ്വാമി മുതലിയാർ മറ്റോണ് എൻ്റെ ഓർമ്മ. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലെ ക്ഷേത്രത്തിന്റെ ഗോപുരമായിരിക്കും കരുതിയിരുന്നത്. പക്ഷെ വരച്ചയാൾ അയാളുടെ നാട് മധുര ആയതുകൊണ്ട് മധുര മീനാക്ഷി ഗോപുരമാണ് എന്ന് പറയുണ്ടായി. അപ്പോൾ മുദ്രയായിട്ട് എടുത്തിരിക്കുന്നത് തന്നെ അല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും ക്ഷേത്രത്തിന്റെ ഗോപുരം മുദ്രയായിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. അപ്പോൾ എത്രമാത്രം ഹിന്ദുത്വ ഉള്ള ഒരു സംസ്കാരം, ഒരു സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് വ്യക്തമല്ലേ? അതെ. അത് രണ്ടാമത് ഭക്തവത്സലം മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അത് അംഗീകരിക്കുന്നത്. ഭക്തവത്സലം നെഹ്റുവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നെഹ്റു അങ്ങനെയല്ല, ഒരു സെക്കുലർ ബിംബമാണ് നമുക്ക് വേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടതൊക്കെ ആയിട്ട് ഞാൻ ഈ ഗോപുരത്തിൻ്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, എങ്ങനെ വന്നു എന്നുള്ളതിൽ. നെഹ്റു അതിനെതിരായിരുന്നു. പക്ഷെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ഭക്തവത്സലം പറഞ്ഞു, ഇല്ല, ഇതാണ് തമിഴ്നാടിൻ്റെ പാരമ്പര്യം ഒക്കെ ഉള്ളത്. ഈ പാരമ്പര്യമൊന്നും ഇവർ നിഷേധിക്കാറൊന്നുമില്ല DMK. കാരണം ഈ ആറുപടൈ വീട് എന്നൊക്കെ പറഞ്ഞ ഈ പൈതൃകമൊക്കെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അവിടെ എല്ലാവരും DMKക്ക് വോട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ അവർ അതോടൊപ്പം തന്നെ ദൈവവിശ്വാസികൾ ആണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, കോയമ്പത്തൂരിലൊരു CITU സമ്മേളനത്തിന് ബസ്സിൽ വന്ന ആളുകൾ അവിടെ ഈ CPM സമ്മേളനം, പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട്, അതുകൊണ്ടാണ് അവർ ലോറി പിടിച്ചും ബസ് പിടിച്ചും ഒക്കെ വന്നത്. അമ്പലത്തിൽ പോകാൻ കൂട്ടത്തിൽ പാർട്ടി ഇതിലും കൂടി പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ തിരുച്ചെന്തൂരും ഒക്കെ സന്ദർശിച്ചിട്ട് സ്വാമിമലയിലും ഒക്കെ പോയിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്.
ഏറ്റവും കൂടുതൽ ഇവിടെ ചോറ്റാനിക്കരയിൽ വരുന്നത്, ശബരിമലയിൽ വരുന്നതൊക്കെ സഖാക്കന്മാരാ. DMകാരും സഖാക്കന്മാരും. അല്ല, ഈ ശബരിമല സീസണിൽ മകരവിളക്കിൻ്റെ അന്ന് കേരളത്തിൽ CPM ഒരു പാർട്ടി പരിപാടി നടത്താൻ ധൈര്യമുണ്ടോ? ഈ സഖാക്കൾ മുഴുവൻ മലയിലായിരിക്കും. മലയിലായിരിക്കും. അപ്പോൾ ഇതാണ്. മാത്രമല്ല, ഈ ഉദയനിധിയുടെ അമ്മ മറ്റേ ആ സമയത്ത് 15 ലക്ഷം രൂപ മുടക്കി ഗുരുവായൂർ വന്നിട്ട് കിരീടം നടക്കി വെച്ചില്ലേ? അതെന്താന്ന് വെച്ചാൽ ഈ ചെക്കനും എൻ്റെ ഭർത്താവിനും ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവർക്ക് സൽബുദ്ധി തോന്നിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇവർ ഗുരുവായൂർ ഇത് ചെയ്തിട്ടുണ്ടാവുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ അംഗം മുറുകയാണ്. ഈ അംഗം മുറുകി സ്വഭാവവുമില്ലാതെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇല്ലാത്ത വസ്തുക്കൾ വരെ, അതായത് കേന്ദ്രത്തിന് നികുതി തരത്തില്ല എന്ന് പറയുന്ന പോലുള്ള ഊളത്തരങ്ങൾ പോലും വിളിച്ചു പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ നോക്കുകയാണ് സ്റ്റാലിൻ. ഏതായാലും അണ്ണാമലൈ ഈ സ്റ്റാലിൻ്റെ മകനെ ഇടിച്ച് പഞ്ഞിയാക്കി ഒരു മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.